ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മഞ്ജുശ്രീ കുക്കിംഗ്. വളരെ സോഫ്റ്റായിട്ട് ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. 2 വിരൽ കൊണ്ട് പോലും നമുക്ക് ഈ ചപ്പാത്തി ഈസി ആയിട്ട് മുറിച്ചെടുക്കാം. അത്രയ്ക്ക് സോഫ്റ്റാണ്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. ഗോതമ്പ് മാവ് കുഴയ്ക്കുന്നത് മുതൽ ചപ്പാത്തി ഉണ്ടാക്കുന്നത് വരെയുള്ള ഫുൾ പ്രൊസീജിയറും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാനിന്നിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മിസ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതേപോലെ ഒരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കുക. ഇത് 250 ഗ്രാം ഗോതമ്പ് മാവുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാൻ നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വാട്ടർ കുറച്ച് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കരുത്. അപ്പോൾ കുറച്ച് ഒഴിച്ച് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം പിന്നെയും വേണമെങ്കിൽ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. അങ്ങനെ 3-4 പ്രാവശ്യമായിട്ടാണ് നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കാനായിട്ട്. മാവിപ്പോൾ ഏകദേശം കുഴഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പരുവം. ആ പരുവാകുമ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് കൈയുടെ ഈ ബാക്ക് സൈഡ് ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് ഈ മാവ് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ സോഫ്റ്റായിട്ട് മാവ് നന്നായി തയ്യാറാക്കി എടുക്കുമ്പോഴാണ് നമ്മൾ ഉണ്ടാക്കുന്ന ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മുടെ ചപ്പാത്തി മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ബൗൾ കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ സൈഡിൽ ഒന്നും മാവ് ഇപ്പോൾ പറ്റിയിരിക്കുന്നില്ല. അതേപോലെ എൻ്റെ കയ്യിലും ഒട്ടും മാവ് പറ്റിയിട്ടില്ല. അപ്പോൾ ചപ്പാത്തി നമ്മൾ കുഴയ്ക്കുന്നത് കറക്റ്റ് പാകത്തിനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലും അതേപോലെ പാത്രത്തിലും ഒന്നും ഒട്ടും മാവ് എക്സ്ട്രാ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കില്ല. അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. ഇതിനെ അടച്ച് അരമണിക്കൂർ സമയം ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാവിൽ നിന്ന് ഞാൻ ഇതേപോലെ 4 ബോൾസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള ചപ്പാത്തി മാവുകളാണ്. അതിന് നമുക്ക് എങ്ങനെയാണ് പരത്തിയെടുക്കുന്നതെന്ന് നോക്കാം. ഈ ബോർഡിലേക്ക് കുറച്ച് പൊടി വിതറിയിട്ട് ഒന്ന് ഡസ്റ്റിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓരോ ബോൾസും കൈക്കകത്ത് എടുത്തിട്ട് നല്ലതായിട്ട് റൗണ്ട് ഷേപ്പ് ആക്കിയെടുക്കുക. ഈ ഷേപ്പ് നന്നായിട്ട് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പരത്തി വരുമ്പോൾ നമുക്ക് ഷേപ്പ് കിട്ടില്ല. ഇപ്പോൾ നല്ല റൗണ്ട് ഷേപ്പ് ആക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ പരത്തിയെടുക്കുക. പരത്തിയെടുക്കുമ്പോൾ അധികം ശക്തി കൊടുക്കാതെ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. സോഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ചിട്ട് വേണം നമുക്കിത് പരത്തിയെടുക്കാനായിട്ട്. അധികം ശക്തി എടുത്ത് പരത്തിയെടുത്താൽ ചില സൈഡിൽ കട്ടി കൂടുതലും മറ്റു സൈഡിൽ കട്ടി കുറഞ്ഞിട്ടുമായിരിക്കും നമുക്ക് കിട്ടുക. ഇപ്പോൾ ചപ്പാത്തി നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കൈക്ക് അകത്തിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തട്ടി കൊടുക്കാം. അപ്പോൾ അതിലുള്ള എക്സ്ട്രാ പൊടികളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയിക്കോളും. അതിനുശേഷം നമുക്ക് അതേപോലെ തന്നെ അടുത്ത ചപ്പാത്തിയും തയ്യാറാക്കിയെടുക്കാം. ഇതേപോലത്തെ 4 ചപ്പാത്തി ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് തവയ്ക്കകത്ത് വെച്ച് എങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ഫുൽക്ക എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. പാൻ ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ഏകദേശം 1 മിനിറ്റ് സമയത്തിനുള്ളിൽ തന്നെ അതിന് മുകളിലേക്ക് ബബിൾസ് പോലെ ഇങ്ങനെ പൊങ്ങി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ ഇതിൻ്റെ ടോപ്പിലും ഇതേപോലെ ചെറിയ ബബിൾസ് പോലെ പൊങ്ങി വരാൻ തുടങ്ങുന്നുണ്ടാവും. ചപ്പാത്തി വേവുമ്പോഴാണ് അങ്ങനെ പൊങ്ങി വരുന്നത്. ആ സമയത്ത് നമുക്കിതിനെ പിന്നെ ഒന്നുകൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ചപ്പാത്തി 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ നമുക്ക് പതുക്കെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് അടുത്ത ചപ്പാത്തിയും തയ്യാറാക്കിയെടുക്കാം.
ചപ്പാത്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മളിപ്പോൾ കണ്ടു. ഇനി നമുക്ക് ഫുൽക്ക എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എല്ലാം ഏകദേശം സെയിം ആണ്. എന്നാലും ഫുൽക്ക എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഡയറക്റ്റ് തീയിൽ പൊള്ളിച്ചെടുക്കുന്നതാണ്. ആ ഒരു വ്യത്യാസം മാത്രമാണുള്ളൂ. ബാക്കിയെല്ലാം സെയിം രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ മെത്തേഡും കൂടെ ഒന്ന് കണ്ടു നോക്കൂ. രണ്ട് സൈഡും ഞാനിപ്പോൾ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്കിത് ഡയറക്റ്റായിട്ട് ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതങ്ങനെ നന്നായിട്ട് പൊള്ളി വീർത്ത് വരും. ഈ രീതിയിലാണ് നമ്മൾ ഫുൽക്ക തയ്യാറാക്കുന്നത്. നോക്കൂ, ഇതേപോലെ നമുക്ക് ചപ്പാത്തി മുറിച്ചെടുക്കാൻ സാധിക്കും. വളരെ സോഫ്റ്റാണിത്. 2 വിരൽ മാത്രം മതി നമുക്ക് ചപ്പാത്തി ഈസി ആയിട്ട് മുറിച്ചെടുക്കാനായിട്ട്. അപ്പോൾ 2 മെത്തേഡ് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്ന കമൻറ്റിലൂടെ എന്നെ വിവരം അറിയിക്കണം. അപ്പോൾ അടുത്ത ദിവസം വേറൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.